ഭരണം ഉണ്ടായിട്ട് വേണ്ടേ വേറെ വിരുദ്ധം? ഭരണം ഉണ്ടായാലല്ലേ വേറെ വിരുദ്ധം ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഭരണമേ ഇല്ലായ്മ, ആ ഭരണമില്ലായ്മ ജനം തിരിച്ചറിഞ്ഞു. ചാണ്ടിയുടെ ഓട്ടം വെറുതെ ആയില്ല. ചാണ്ടി ഓടിക്കയറിയ വീടുകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് പാമ്പാടി, മന്ത്രി വി എൻ വാസവൻ സ്വന്തം പഞ്ചായത്താണ് പാമ്പാടി. ആ പഞ്ചായത്ത് ഉൾപ്പെടെ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2020 ലഭിച്ചത് കേവലം 2 പഞ്ചായത്ത് മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. 6 പഞ്ചായത്ത് അന്ന് LDF നിന്നെങ്കിൽ ഇപ്പോൾ 8 പഞ്ചായത്തിൽ 7 പഞ്ചായത്തും അത് UDF ഒപ്പം കൂരോപ്പട 1 പഞ്ചായത്തിൽ മാത്രമാണ് അത് UDF നിന്ന് മാറിപ്പോയത്. ഓട്ടം വെറുതെ ആയില്ല. ഓട്ടം വെറുതെ ആയില്ല. ഉമ്മൻചാണ്ടിയുള്ള കടം ഇന്ന് പുതുപ്പള്ളി വീട്ടിയിരിക്കുകയാണ്. പുതുപ്പള്ളി, മണർകാട്, പാമ്പാടി അടക്കമുള്ള, അകലക്കുന്നം അടക്കമുള്ള പഞ്ചായത്തുകൾ, വാകത്താനം അടക്കമുള്ള 5 പഞ്ചായത്തുകൾ ഇന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് UDF. ഒരു പഞ്ചായത്ത് മാത്രം, ഒരു തൃശങ്കു, ബാക്കി എല്ലായിടത്തും സമ്പൂർണ്ണ ആധിപത്യം UDF-ന്. ഒപ്പം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ 2 പേര് വെച്ച് എല്ലാം ജയിച്ചു. എല്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം 7 പഞ്ചായത്ത് ജയിച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് തൃശങ്കു. തരംഗമാണ് UDF തരംഗം, ഉമ്മൻചാണ്ടിയുടെ തരംഗമാണ് ഇവിടെ. മാത്രമല്ല, പുറത്തൊക്കെ ചാണ്ടി വീടുകൾ കയറിയതാണ്. അവിടെ എല്ലാം വലിയ നിങ്ങൾക്കറിയാലോ UDF-ന്റെ തരംഗം കേരളം ഒട്ടുകൊണ്ട്. കാരണം എന്താ? അയ്യപ്പന്റെ ശബരിമലയെ തൊട്ടു. അവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുവാൻ 9 വർഷത്തിനിടെ ഈ സർക്കാർ കൂട്ടിയിരുന്നു. അതിന് കൊടുത്ത തിരിച്ചടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഭരണം ഉണ്ടായിട്ട് വേണ്ടേ വേറെ വിരുദ്ധം? ഭരണം ഉണ്ടായാലല്ലേ വേറെ വിരുദ്ധം ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഭരണമേ ഇല്ലായ്മ, ആ ഭരണമില്ലായ്മ ജനം തിരിച്ചറിഞ്ഞു. ഇതുവരെ ഇത്രയധികം ഭൂരിപക്ഷം ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കിട്ടിയിട്ടില്ല. പാമ്പാടി ചാണ്ടിക്ക് നോട്ടമുണ്ടായിരുന്നു. ചാണ്ടി ഏറ്റവും കൂടുതൽ കയറിയ പാമ്പാടിയിലാണ്. പാമ്പാടി 16 സീറ്റ് ഞങ്ങൾ ജയിച്ചിരിക്കുക. 21-ൽ 16 ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. 1000 വീടാണ് ഇവിടെ ഞങ്ങൾ കയറിയത്. പാമ്പാടി ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണെന്ന് തെളിയിച്ചു. പാമ്പാടി ഉമ്മൻചാണ്ടിയുടെ തട്ടകമാണ്, വി എൻ വാസവന്റെ അല്ല എന്നതാണ് പറയുന്നത്. ഇത് ഉമ്മൻചാണ്ടിക്ക് നൽകിയ സമ്മാനമാണ് എന്നാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം.